ഇപ്പൊ എവിടെ ഇപ്പൊ കുഴപ്പം? ഫാത്തിഹ ഓതി ദ്വാരനാൽ ദുആന് ഉത്തരം കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനല്ലേ ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കണത്? നമ്മളല്ലേ ദ്വാരക്കുന്നത്? അപ്പൊ ആ ഫാത്തിഹ ഒരു കാരണമായിക്കോട്ടെ. അപ്പൊ അവിടെ വിഘടിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതൊരു ചെറിയ വിഷയമല്ല. ഒരു യാസീൻ ഓതിയാൽ, ഖുർആൻ ഓതിയാൽ, ഇത് സ്വഹാബത്തിന്റെ പതിവല്ലേ മരിച്ചെടുത്ത് ഖുർആൻ ഓതിയ യാസീൻ ഓതുക എന്നുള്ളത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന നേരത്ത് ശിഷ്യന്മാരല്ലേ യാസീൻ ഓതിയത്? ആ യാസീനും കേട്ടിട്ടാണ് ഷാഫി ഇമാം നിങ്ങൾ വഫാത്താണ്. അവരെ കാട്ടിലും വലിയ ഇൽമും വലിയ സുന്നത്തൊക്കെ തിരുന്ന ആൾക്കാരാണോ? അതല്ല. അപ്പൊ ഓലും പറഞ്ഞതിൽ കുറച്ചൊക്കെ ശരിയുണ്ട് എന്നുള്ള കൽബിൽ ആ ഒരു തോന്നലില്ലേ, അത് മാറ്റണം. അത് വലിയ രോഗ. അവിടെ നമ്മൾ ഈമാന് പോയി പോകും. ഏതെങ്കിലും സ്ഥലത്ത് ആരെങ്കിലും കാണിക്കുന്ന ഏതെങ്കിലും നേർച്ചകളും മറ്റോ കാണിച്ച് ബലം മൊത്തം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മൊത്തം അങ്ങനെയാണോ? നമ്മളെ പരിസരത്ത് നേർച്ചകളില്ലേ? ഇപ്പൊ കുണ്ടൂർ ഉസ്താദിന്റെ നേർച്ച വരാൻ പോകുകയാണ്. അള്ളാഹു ദറജ കൊടുക്കട്ടെ. നമ്മളെ നാട്ടുകാർക്കും പുറം നാട്ടുകാർക്കും, നമ്മളെ നാട്ടിലും പുറം നാട്ടിലൊക്കെ വളരെ ശുഹ്റത്തുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്. അവര് ഒരുപാട് ദീനിന്റെ ഖിദ്മത്തുകൾക്ക് നേതൃത്വം നൽകിയത് എന്നും ആ ഒരു സന്തോഷത്തിന്റെ പേരിൽ, താല്പര്യത്തിന്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദീന് ഹയാത്തായിക്കൊണ്ടിരിക്കുക. അവരെന്താണ് ഇവിടെ ചെയ്തത്? ദീനിനെ ഹയാത്താക്കിയതാണ്. അതുകൊണ്ട് അല്ലാഹു തആല അവരുടെ സൽപ്പേര് എക്കാലത്തും നിലനിർത്തും. കുണ്ടൂർ ഉസ്താദിന്റെ പേര് നിലനിൽക്കാൻ കാരണം എല്ലാ സ്ഥലത്തും കേരളത്തിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ പോസ്റ്റ് ഒട്ടിച്ചിട്ടാ? അല്ലല്ല. അങ്ങനെയാണോ? ആരാപതിന് പോണ്? നിങ്ങളിവിടെ കുണ്ടൂർ ഉറൂസ് നടക്കുമ്പോ എവിടുന്ന് ആള് വരുന്നു? മംഗലാപുരത്തുനിന്ന്. അതെന്തേ? നമ്മളെ ഹയാത്ത് കാലത്ത് ഉസ്താനായിട്ട് ബന്ധമുള്ളേ. അതുകൊണ്ട് ഇപ്പൊ ഈ ടൈമിലൊക്കെ ഒന്നും പോകാൻ പറ്റുള്ളൂ, എപ്പോഴും വരാൻ പറ്റൂല. ഫാത്തി എങ്ങനെ ഓതും? വൈകിട്ടുമ്പോ പോകും. ഉറൂസിനൊക്കെ ആകുമ്പോ ഒന്ന് വരണ്ടേ? എവിടുന്നാ പാള് വരുന്നത്? എന്തേ ഇപ്പൊ അയാൾ അത്രയും ദൂരത്തുനിന്ന് വരാൻ പ്രേരിപ്പിച്ചത്? എന്താ ഉസ്താദ് ഇവിടെ ചെയ്ത ഏറ്റവും വലിയ സേവനം? ദീനെ ഹയാത്താക്കിയത്. നമ്മളെ നാട്ടിലുമില്ലേ ഉസ്താദ് തുടങ്ങി തന്നേല്ലേ? കുത്തുബിയത്ത് ഇവിടെ ആരാ തുടങ്ങി തന്ന്? ഉസ്താദല്ലേ തുടങ്ങി തന്നു. എന്തെല്ലാം വിഷയങ്ങൾക്ക് അവർ നേതൃത്വം നൽകി. ദീനിനെ ഹയാത്താക്കിയപ്പോൾ അല്ലാഹു തആല അവരെ പേര് എക്കാലത്തും ഇവിടെ നിലനിർത്തുകയാണ്. അവരുടെ ആ മജ്‌ലിസിലെത്തുന്ന ആളുകൾക്ക് വലിയ പരിഹാരം, അവരുടെ ഹദറത്തിൽ വെച്ച് ബുർദ ചൊല്ലി ദ്വാർക്കുമ്പോ വലിയ ആശ്വാസം, നേർച്ചകൾക്ക് വലിയ ഫലം. ഇതൊക്കെ കിട്ടാനും ഇതൊക്കെ വരാനുള്ള കാരണം അവരിവിടെ ദീന് ഹയാത്താക്കുന്നതിൽ, സമൂഹത്തെ പുരോഗതിപ്പെടുത്തുന്നതിൽ, അപ്പപ്പോൾ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിൽ കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ചു. അള്ളാഹു ദറജേറ്റി കൊടുക്കട്ടെ. അപ്പൊ ആ ഉറൂസിന് നമ്മളങ്ങനെ പോയിട്ട് അവിടെ കുറെ ആൾക്കാർ സിയാറത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നില്ലേ? ഫാത്തിഹ ഓതുന്നുണ്ട്, യാസീൻ ഓതുന്നുണ്ട്, ദ്വാരക്കുന്നുണ്ട്. ഇനി ഒരു ജുസാ ഓതാൻ പറ്റിയെങ്കിൽ ഒരു ജുസ് ഓതുന്നുണ്ട്. ബുർദ ബെയ്ത്താ ചെല്ലാൻ പറ്റിയെങ്കിൽ ബുർദ ബെയ്ത്ത് ചെല്ലുന്നുണ്ട്. ഇതൊക്കെ സുന്നത്ത് മദ്ഹുകളാണല്ലോ, പുണ്യകർമ്മങ്ങളാണല്ലോ. ഓരോരുത്തർ കൊണ്ട് കഴിഞ്ഞ ഫാത്തിഹ ഓതാൻ പറ്റിയവർ ഫാത്തിഹ ഓതി പോരുന്നുണ്ട്. അവിടെ വാളിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ പറ്റിയവർ ഇരിക്കുന്നുണ്ട്. ഓരോ ദിവസവും പോകാൻ പറ്റിയവർ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ സിയാറത്ത് ചെയ്ത് നമ്മൾ തിരിച്ചു പോരുമ്പോ ഇതിനൊക്കെ ഒരു മാനദണ്ഡമുണ്ട്. നമ്മളൊന്നും ഇത് ആരുടെയും മാതൃകയില്ലാതെ ചെയ്യല്ല. സ്വഹാബത്തിന്റെ മാതൃകയുണ്ട്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഉണ്ട്. നമ്മളെ ആരെങ്കിലും എഴുതിക്കൂട്ടി ഉണ്ടാക്കിയതല്ലേ ഈ ഉറൂസ്. ഉറൂസിന്റെ അടിസ്ഥാനം നമ്മെ പഠിപ്പിച്ചത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷത്തിന്റെയും തുടക്കത്തിൽ തങ്ങൾ ഉഹുദ് ശുഹദാഇന്റെ ഹദറത്തിലെത്തും സിയാറത്തിന് വേണ്ടി. അത് ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ബിൻ കസീർ പറഞ്ഞപ്പോ പറഞ്ഞു, വകദാലിക അബൂബക്കറിൻ വഉമർ വഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇപ്രകാരം തന്നെ വർഷത്തിന്റെ തുടക്കം വന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ സ്വഹാബത്തുണ്ടാവും, ഉമർ റളിയല്ലാഹു അൻഹു കൂടെ സ്വഹാബത്തുണ്ടാവും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂടെ സ്വഹാബത്തുണ്ടാകും. ഈ ഒരു പാരമ്പര്യം ഇതിപ്പോ അതിന് അടിസ്ഥാനമാണ്. ഒരു പുണ്യകർമ്മം അവിടെ ചെയ്തു, മാതൃക കാണിച്ചെന്നു. ഇനി വേറൊന്നും ചെയ്തുകൂടാന്നുണ്ടോ? അപ്പൊ അതിന്റെ പരിസരത്ത് വാഴ പറഞ്ഞുവിടാന്നുണ്ടോ? അതിന്റെ പരിസരത്ത് അവിടെ മദ്ഹ് ചൊല്ലിക്കൂടാന്നുണ്ടോ? അസ്ലായിട്ട് ഒന്നുപോലെ നമുക്ക് വർഷത്തിൽ ആവർത്തിച്ചു വരുന്നതിനല്ലേ ഉറൂസ് എന്ന് പറയാം. അത് തങ്ങൾ കാണിച്ചു തന്നില്ലേ നമുക്ക്? അപ്പൊ അതിനെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്ന സുഹൃതങ്ങളൊക്കെ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഹൈറുകളാണ്, നന്മകളാണ്. മുമ്പുള്ളതുപോലെ മുമ്പ് മരുഭൂമിയിൽ ഇരുന്നിട്ട് ഇൽമു പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മരുഭൂമിയിൽ, മരത്തോപ്പിൽ, അതുപോലെ തന്നെ മരങ്ങൾക്കിടയിൽ വെച്ച്. പിന്നെ അത് കുറച്ചുകൂടി പുരോഗതിപ്പെട്ടപ്പോൾ അതിന്റെ രൂപഭാവങ്ങളൊക്കെ മാറി, അവസ്ഥകളൊക്കെ മാറി. അതൊക്കെ ഹൈറാണ്. മദീനത്തെ പള്ളി തന്നെ നിങ്ങൾ നോക്ക്. പഴയ കാലത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ടല്ലേ വിശാലതയും മാറ്റവും ഉണ്ടായത്. ആ പള്ളി അങ്ങനെ തന്നെ നിൽക്കണം എന്നാണെങ്കിൽ
അങ്ങനെ തന്നെ ഒരു വാദം ഉണ്ടാകണമെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അത് പരിഷ്കരിക്കോ? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് പള്ളി പരിഷ്കരിച്ചിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുണ്ട്. അതെന്തിനാ? അത് അപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് പള്ളി അവിടെ വേണമെന്നും പള്ളിക്ക് വിശാലത വേണമെന്നും ആര് പഠിപ്പിച്ചു? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെങ്ങനെയാകണമെന്ന് അതാത് കാലഘട്ടത്തിലുള്ള ആളുകൾ അതിന്റെ യുക്തി പോലെ തീരുമാനിച്ച് വിശാലമാക്കും. അതിന്റെ പ്രശ്നമല്ല. ആ അസ്ല് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് എല്ലാ വിഷയത്തിലും.